ഇന്ന് ഞാൻ കുറച്ച് ചിട്ടയായ ജീവിതത്തെക്കുറിച്ച് പറയാം. ഞാൻ എൻ്റെ രീതികൾ, ഞാൻ എന്നും ചെയ്തു പോകുന്ന രീതികൾ പറയാം. ഞാൻ പറയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഏജ് അറിയണം. കാര്യം ഏജ് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയായ രീതികളും ജീവിതമൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇനി അഥവാ അന്ന് പറ്റിയില്ല എങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കുറച്ചൊന്ന് മനസ്സിരുത്തിയാൽ മാത്രം മതി. നമ്മളത് ചെയ്തു പോകേണ്ടത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മളിപ്പം നല്ലൊരു ചിട്ടയായി. ഇപ്പോൾ എൻ്റെ ഏജൊക്കെ എന്ന് പറഞ്ഞാൽ 60-ൽ കയറിയ ഏജാണ്. അപ്പോൾ ആ ഒരു ഏജിൽ എൻ്റെ ചിട്ട കൊണ്ട് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് സാധിക്കുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം. ഞാൻ രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന ഒരാളാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്, അപ്പോൾ എല്ലാവരും പറയും രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ്. എല്ലാവർക്കും അതുണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ആ മടിയെ മാറ്റിക്കളയണം. അതിന് ഞാൻ 1-2 ടിപ്സ് നിങ്ങളോട് ഞാൻ പറയാം. മടി മാറുക നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും, ഇപ്പം കുഞ്ഞു കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എൻ്റെ ഒരു ഏജിൽ ഉള്ളവരാണെങ്കിലും ഒക്കെ മടി. നമുക്ക് രാവിലെയൊക്കെ എഴുന്നേക്കാൻ കുറച്ച് സമയം കൂടെ ഒന്ന് കിടന്നിട്ട് അവധി ദിവസം ഒന്ന് പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊരു അവധി കിട്ടണേ എന്ന്. കാര്യം അന്ന് നമുക്ക് താമസിച്ച് എഴുന്നേറ്റാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ ഉള്ളവരാണ്. പക്ഷേ ഞാൻ എൻ്റെ ആ രീതികളൊക്കെ മാറ്റുന്നത്, ഞാൻ കുറേ എക്സസൈസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മടിയിൽ നിന്ന് നമുക്കത് നിങ്ങളെ ഓരോരുത്തരും അത് ഈ മടിയുള്ളവരെന്നെ പഠിപ്പിച്ച ഒരു മാഷ് എന്നോട് പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ കുറച്ച് യോഗയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്യും. അത് ഇയാൾ പറയുന്നത് കേൾക്കാൻ പോലും എനിക്കങ്ങ് മടിയാണ്. അപ്പം സത്യം പറഞ്ഞാൽ അത് കറക്റ്റായിട്ടാണ് ഈ പറയുന്നത്. മടി എന്ന് പറയുന്ന സംഭവം, നമ്മൾ ഏത് സമയം നമുക്ക് കുറച്ച് സമയം കിട്ടണം, ആ സമയത്ത് ഉറങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള രീതികളിൽ കൂടെ പോകുന്നവരുണ്ട്. നമ്മൾ ചെറുതായിട്ട് ചുമ്മാ ഇപ്പം ആദ്യമേ തുടക്കത്തിൽ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുറികളിൽ കൂടെ തന്നെ നമ്മൾ കൈ വീശിയൊക്കെ ഒന്ന് നടക്കുക, കൈ പൊക്കുക, കാല് പൊക്കുക. അങ്ങനെ ആദ്യ ദിവസം അങ്ങനെ ഒന്ന് കുറച്ച് ദിവസം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളെ നമുക്ക് തിരിച്ചറിയാം. അപ്പം ഞാനൊക്കെ എന്നും കുറച്ച് സമയം എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊളസ്ട്രോള്, പ്രഷർ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്ന കാര്യം. നമ്മുടെ ഇന്ന് ഈ സമൂഹത്ത് നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ കൂടാണ് നമ്മളെല്ലാം പോകുന്നത്. ഓരോ ദിവസവും നമ്മളുടെ കാര്യങ്ങളെ എല്ലാം അസുഖമായിട്ട് തീരുന്നു. ഹോസ്പിറ്റൽ കാര്യങ്ങളെ ഇപ്പം ഞാൻ ഈ നിമിഷം എനിക്ക് എന്താ അടുത്ത നിമിഷം സംഭവിക്കുന്നതെന്നറിയത്തില്ല. അങ്ങനൊരു കാലഘട്ടത്തിൽ കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്കതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മളിങ്ങനെ ചിട്ടയായ രീതിയിൽ ജീവിതം കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ രാവിലെ തുടക്കം ഞാൻ പറയാം. ഞാൻ രാവിലെ വെളുപ്പിന് 3 മണിക്ക്, ആ വെളുപ്പിന് 3 മണിക്ക് 4 മണിക്ക്, ചില ദിവസം 3 എന്നുള്ളത് 3:30 ആവും. എന്തായാലും കറക്റ്റ് ആ സമയത്ത് ഞാൻ അലാറം വയ്ക്കാതെ തന്നെ ഞാൻ എഴുന്നേറ്റ് പോകും. കാര്യം നിത്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ട് ഞാൻ നേരത്തെ ഉറങ്ങും. 9:30-10 ഞാൻ കിടന്നിരിക്കും. അപ്പോൾ എല്ലാവരും പറയും അത് അവർക്ക് സാധിക്കത്തില്ലെന്ന്. അപ്പോൾ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തു വെക്കാൻ, ചില കാര്യങ്ങൾ ഇപ്പോൾ അടുക്കള ജോലിയാ മറ്റ് ജോലികളാണെങ്കിൽ നമുക്ക് വേഗത്തിൽ, ഇപ്പം നമ്മൾ ഫോൺ വിളിച്ചൊക്കെ ഒരുപാട് സമയങ്ങൾ നമ്മൾ അങ്ങനെ കളയുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് കരുതി നമുക്ക് നേരത്തെ കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 9:30 ആകുമ്പോഴത്തേന് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ്. കുട്ടികളുണ്ടെങ്കിൽ തന്നെയും അവരുള്ളപ്പോഴും ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്ത് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിൽ കയറി ഞാൻ ഉറങ്ങാൻ കിടക്കും. അപ്പോൾ ആ 9:30-10 ഉറങ്ങുന്ന എനിക്ക് 3 മണി
4 മണിക്ക് എഴുന്നേൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത്രയും സമയത്തെ ഉറക്കം നമുക്ക് മതി. ആ സമയം അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സമയം നമുക്ക് നമ്മുടെ മുമ്പിൽ കിട്ടുക. ആ ഒരു ആദ്യം തന്നെ ഇപ്പം എനിക്ക് ചെറിയൊരു ദുശ്ശീലം കയറിയിട്ടുണ്ട്. യൂട്യൂബിലോട്ട് കയറിയപ്പോൾ ഫോൺ എടുക്കുക. പക്ഷേ അതല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മളെ ഒരു ദൈവവിശ്വാസത്തിൽ കൂടെ നമ്മൾ പോകണം. അതിൽ പോകുമ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് അതാണ്. നമ്മൾ ആരായിരുന്നാലും ഏത് മതം ആണെങ്കിലും ആ മതത്തിൽ വിശ്വസിക്കുന്ന മതത്തിൽ നമ്മൾ ഒരു അരമണിക്കൂർ, ഞാൻ 1 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് ഞാൻ യോഗ കാര്യങ്ങൾ. പക്ഷേ ഞാൻ അടുക്കളയിൽ കയറുന്നത് 6-7 മണിയൊക്കെ ആകുമ്പോഴേ എനിക്ക് വേഗത്തിൽ എൻ്റെ ജോലികൾ ചെയ്യാൻ പറ്റും. അത്രയും സമയം കൊണ്ട് ഞാൻ യോഗ കാര്യങ്ങളൊക്കെ ചെയ്ത് അതെൻ്റെ ശരീരത്തോട് ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുക. എൻ്റെ മടി അതിൽ കൂടെ മാറിപ്പോവുക. അപ്പം അങ്ങനെ ചിട്ടയായ ഇതിൽ കൂടെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ശരീരം നമ്മുടെ രീതിയിൽ വരികയും നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യം. ഇപ്പം എൻ്റെ 3 കുട്ടികളുണ്ട്. അവർ 3 പേരും എൻ്റെ അടുത്തില്ല. അപ്പം എനിക്കെന്തെങ്കിലും ഒരു അസുഖമോ കാര്യമോ ആണെന്നറിഞ്ഞാൽ അവർ വന്നേ പറ്റത്തുള്ളൂ. പക്ഷെ അവർക്ക് ഒരുപാട് ലിമിറ്റേഷനുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കുന്നവരായിരിക്കും, ജോലിയുള്ളവരായിരിക്കും. ഇതെല്ലാം കളഞ്ഞിട്ടും അമ്മയ്ക്കോ അച്ഛനോ അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വരും. പക്ഷെ നമ്മൾ അവരോട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം നമ്മളങ്ങ് പോകണം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്കങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ അത് തന്നെയല്ല, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളല്ല അനുഭവിക്കുന്നത്, നമ്മൾ തന്നെ. ആ വേദനകളെല്ലാം നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ പോകാതെ നമ്മുടെ മടികളെ മാറ്റി ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങളും, എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് യാതൊരു മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്ന ഒരാളല്ല. നാളെ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും. കാര്യം അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു പോകുന്നത്. കാര്യം നമുക്കറിയത്തില്ല നമ്മുടെ ചുറ്റുപാട് നിൽക്കുക. ഏത് രോഗവും നമുക്ക് ഏത് സമയം നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തക്കതുപോലെ നിൽക്കുക. പക്ഷെ അതിന് നമ്മളെ വിട്ടുകൊടുക്കരുത്. ആഹാര രീതികളാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വിശപ്പുള്ളപ്പോൾ കഴിക്കുക. വേണ്ടാതെ ആഹാരങ്ങൾ കഴിക്കാൻ തുനിയരുത്. അത് തന്നെ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന നമ്മളൊരു മോശമായ പ്രവൃത്തിയാണ്. ഞാൻ വൈകിട്ടാണെങ്കിലും ഞാൻ നേരത്തെ ആഹാരം കഴിക്കും, നേരത്തെ കിടക്കും. ഇതൊക്കെയാണ് എൻ്റെ ചിട്ടകൾ. പക്ഷേ ഈ ചിട്ടകൾ എനിക്ക് വളരെയധികം ഗുണം ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഇതൊക്കെ നിങ്ങൾക്കും ആകാം. കാര്യം ഞാൻ ഇത്ര ഏജായിട്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ കൊച്ചുകുട്ടികളാണ്. എൻ്റെ യൂട്യൂബ് കാണുന്ന അധികം പേരും എൻ്റെ മക്കളെ പോലെ പ്രായമുള്ള ഒരുപാട് പേരുണ്ട്. പലരും മടിയെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചിട്ടയില്ലായ്മയെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഞാൻ പലതിലും കേട്ടു. അപ്പം അത് കുറച്ച് ഒക്കെ ഞാൻ പറ്റാവുന്നവർ ഇതൊക്കെ ചെയ്തു പോകണം. കാര്യം നമ്മൾ രോഗമാണെങ്കിലും നമ്മൾ അത് അനുഭവിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. നമുക്കിട്ട ആയുസ് എത്രയെന്നോ അത്രയും വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ. അപ്പം നമ്മൾ കുറച്ചൊക്കെ ചിട്ടയോടും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ആ സമയം വരെ ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയി അടുത്ത സമയത്ത് വരാം.